ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ 46ാമത് ജില്ലാ സമ്മേളനം നടന്നു. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. കൊപ്പം സെന്ററിൽ നിന്ന് സമ്മേളന വേദിയായ സിൻഡിക്കേറ്റ് മാളിലെ ഷാമിൽ കൺവെൻഷൻ സെന്ററിലേക്ക് വിളംബര റാലിയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് അധ്യക്ഷത വഹിച്ചു. IUML സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MA സമദ് മുഖ്യപ്രഭാഷണം നടത്തി. വളരെ മനോഹരമായി നമ്മുടെ സംസ്ഥാനത്തും പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിലുമൊക്കെ അതിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് കാലോചിതമായി പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നാം ആ പരിഷ്കരണത്തെ കുറേ കൂടി യാഥാർത്ഥ്യബോധത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നാം നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നും മെച്ചപ്പെട്ടവരായിട്ട് മാറുകയുള്ളൂ. നമ്മൾ DA വർദ്ധിപ്പിക്കേണ്ടതും ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നമ്മുടെ കാര്യം നമ്മൾ തന്നെ പറയേണ്ടി വരും. 4-5 വർഷം ശമ്പളം കിട്ടാത്ത ആളുകളെ കുറിച്ച് പറയും. ഞാൻ 8-9 വർഷം ശമ്പളം കിട്ടാതെ പണി ഉപേക്ഷിച്ച് പോകുന്ന ഒരാളാണ്. അപ്പം എനിക്കതിനകത്ത് വലിയൊരു സംഗതിയൊന്നും തോന്നിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും ഒരു സമൂഹത്തെ രൂപകൽപ്പന ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഇടപെടൽ നടത്തുന്നവരാണ് അധ്യാപകർ എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകും. KPA സലീം, E മുസ്തഫ മാസ്റ്റർ, CA സാജിദ്, KK ആസീസ്, കരീം പടുകുണ്ടിൽ, സിദ്ദിഖ് പാറോക്കോട്, കാസിം കുന്നത്ത്, ഷമീർ മുഹമ്മദ്, ജലീൽ കരുവാങ്കുഴി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. C ഖാലിദ്, CH സുൽഫിക്കർ അലി, KA മനാഫ് തുടങ്ങിയവർ പ്രസിഡിയം നിയന്ത്രിച്ചു. തുടർന്ന് പൊതുവിദ്യാഭ്യാസം വെല്ലുവിളികളും പ്രതീക്ഷകളും എന്ന പ്രമേയത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം നടന്നു. IUML സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് നിങ്ങൾ അതിന് യോഗ്യരായ അധ്യാപകരാണ് എന്നുള്ളത്. ആ യോഗ്യത നിങ്ങൾ എങ്ങനെ നേടി? നമ്മൾ വളർന്നു വരുന്ന തലമുറക്ക് നമ്മൾ പ്രധാനമായും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ളത്. ആ പുരോഗതി ഒരു ദിവസം നേരെ പുലരുമ്പോൾ ഉണ്ടായതല്ല. നിരന്തരമായ നമ്മുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് 75 വർഷം കഴിഞ്ഞു. ഐക്യ കേരളം എന്ന സംസ്ഥാനം രൂപപ്പെട്ടിട്ട് അതിലൊരു 10 വർഷത്തോളം പിന്നിടുവാണ്. 77 വർഷം 60-65 വർഷത്തെ പഴക്കമാണ് കേരളത്തിന്. ആ കേരളം നിലവിൽ വന്നിട്ടും 67-ന് ശേഷം മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ചെറിയ ചില പുരോഗതികൾ കൈവരിക്കാൻ കഴിഞ്ഞത് എന്ന യാഥാർത്ഥ്യം ഇന്നും പലപ്പോഴും ആർക്ക് മനസ്സിലാവുന്നു. KSTU ജില്ലാ സെക്രട്ടറി സത്താർ താണിയൻ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ P റഷീദ് അഹമ്മദ് വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, KK ഷെരീഫ്, റഷീദ് കൈപ്പുറം, MC അസീസ്, നീലടി സുധാകരൻ, ER അലി, ഹുസൈൻ കണ്ടങ്കാവ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. MK സെയ്ദ് ഇബ്രാഹിം, N ഷാനവാസ് അലി, AS അബ്ദുൽ സലാം, MM സുഹൈൽ തുടങ്ങിയവർ പ്രസിഡിയം നിയന്ത്രിച്ചു. ഉച്ചയ്ക്ക് 12-ന് വനിതാ സമ്മേളനം നടന്നു. MYL ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് നെജ്മ തബ്ഷീറ ഉദ്ഘാടനം ചെയ്തു. KSTU വനിതാ വിംഗ് ജില്ലാ ചെയർപേഴ്സൺ KP നീന അധ്യക്ഷത വഹിച്ചു. C ഫരീദ, C റഹ്മത്തുന്നിസ, KM സാലിഹ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ ഉപജില്ലാ വനിതാ വിംഗ് ഭാരവാഹികൾ പ്രസിഡിയം നിയന്ത്രിച്ചു. 2 മണിക്ക് യാത്രയയപ്പ് സമ്മേളനം നടന്നു. KSTU ജില്ലാ സെക്രട്ടറി ഹംസത്ത് മാടാല അധ്യക്ഷത വഹിച്ചു. സഫ്വാൻ നാട്ടുങ്കൽ, K കുഞ്ഞാപ്പു, AKM ഹനീഫ, CK ഷമീർ ബാബു, P സാജിദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് കൗൺസിൽ മീറ്റും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു.